നമസ്കാരം, ആത്മഭാരതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ആത്മഭാരതം എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഭാരതത്തിൻ്റെ സംസ്കാരത്തെപ്പറ്റിയും ആത്മീയതയെക്കുറിച്ചും കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ എനിക്കത് പ്രചോദനമാകും. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. കൊട്ടാരക്കരയുടെ മഹാഗണപതി. ഉണ്ണിയപ്പം എന്ന് കേട്ടാൽ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ക്ഷേത്രമുണ്ട്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശ്രീ മഹാഗണപതി ക്ഷേത്രം. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തർ ഇവിടേക്ക് എത്തുന്നു. വിഘ്നങ്ങൾ മാറാനും പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പും അനുഗ്രഹം തേടാനും. വിദ്യാഭ്യാസത്തിനും തൊഴിൽ വിജയത്തിനും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ഭക്തർ മഹാഗണപതിയെ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇവിടെ പലർക്കും അറിയാത്ത ഒരു വലിയ പ്രത്യേകതയുണ്ട്. പേര് മഹാഗണപതി ക്ഷേത്രം എന്നാണെങ്കിലും ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണ്. ഗണപതി ഉപദേവതയായിരുന്നിട്ടും കാലക്രമേണ ഗണപതിയുടെ പ്രശസ്തി അത്രത്തോളം ഉയർന്നു. ഇന്ന് ക്ഷേത്രം തന്നെ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം എന്ന പേരിൽ കേരളം മൊത്തത്തിൽ അറിയപ്പെടുന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രമാണത്. കൊട്ടാരക്കരയുടെ പഴയ രാജവംശങ്ങളും ഈ പ്രദേശത്തിൻ്റെ സാംസ്കാരിക ചരിത്രവുമെല്ലാം ക്ഷേത്രവുമായി ബന്ധമുണ്ടെന്ന് പാരമ്പര്യം പറയുന്നു. ക്ഷേത്രത്തിൻ്റെ പരമ്പരാഗത ക്ഷേത്ര വാസ്തുവിദ്യയുടെ സവിശേഷതകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തെ ഒരു ആരാധനാലയം മാത്രമായി കാണാൻ സാധിക്കില്ല. കൊട്ടാരക്കരയുടെ ക്ഷേത്രത്തിൽ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗം കൂടിയാണത്. ഇനി ഗണപതി എങ്ങനെ ഇത്രയും പ്രശസ്തനായി എന്ന് നോക്കാം. കൊട്ടാരക്കരയിലെ ഗണപതിയെക്കുറിച്ച് തലമുറകളിലൂടെ കൈമാറി വരുന്ന നിരവധി കഥകളും വിശ്വാസങ്ങളുമുണ്ട്. ഗണപതിയെ പൊതുവെ നമ്മൾ ആരാധിക്കുന്നത് വിഘ്നേശ്വരനായാണ്, അതായത് തടസ്സങ്ങളെ നീക്കുന്ന ദൈവം. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ജോലി, പുതിയ വീട്, വിവാഹം, വിദ്യാഭ്യാസം, യാത്ര, ബിസിനസ് എന്തു തന്നെ ആരംഭിച്ചാലും ആദ്യം ഗണപതിയെ സ്മരിക്കുന്ന പാരമ്പര്യം ഹിന്ദു വിശ്വാസത്തിൽ ശക്തമാണ്. ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രവും അതിൻ്റെ ഭാഗമാണ്. ഇനി ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കാര്യത്തിലേക്ക് വരാം. ഉണ്ണിയപ്പം. കേരളത്തിൽ ഉണ്ണിയപ്പം എന്ന് കേൾക്കുമ്പോൾ ഉണ്ണിയപ്പങ്ങൾ കിട്ടുന്ന ക്ഷേത്രങ്ങൾ പലതുണ്ടെങ്കിലും കൊട്ടാരക്കര ഉണ്ണിയപ്പം എന്നത് ഒരു പ്രത്യേക പേരായി മാറിയിരിക്കുന്നു. അരി, പഴം തുടങ്ങിയ ചേരുവകൾ ഉപയോഗിച്ച് നെയ്യിൽ തയ്യാറാക്കുന്ന ഈ മധുരപലഹാരം ഗണപതിക്ക് സമർപ്പിക്കുന്ന പ്രസിദ്ധമായ വഴിപാടാണ്. ഭക്തർ ഉണ്ണിയപ്പം വാങ്ങുന്നത് ഒരു സാധാരണ ഭക്ഷണമായിട്ടല്ല, ഗണപതിയുടെ പ്രസാദമായിട്ടാണ്. അതുകൊണ്ട് തന്നെ കൊട്ടാരക്കര വഴി യാത്ര ചെയ്യുന്ന പലരും ക്ഷേത്രത്തിലെത്തി ഗണപതിയെ ദർശിച്ച് ഉണ്ണിയപ്പം വാങ്ങുന്നത് പതിവാക്കിയിട്ടുണ്ട്. ഉണ്ണിയപ്പം ഗണപതിക്ക് പ്രിയപ്പെട്ട നിവേദ്യമാണെന്ന വിശ്വാസമാണ് ഈ പാരമ്പര്യത്തിൻ്റെ ആത്മീയ അടിത്തറ. ഭക്തർ തങ്ങളുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഗണപതിയുടെ മുമ്പിൽ സമർപ്പിക്കുകയും ഉണ്ണിയപ്പം വഴിപാടായി നൽകുകയും ചെയ്യുന്നു. ചിലർ ഒരു പുതിയ സംരംഭത്തിന് മുമ്പ്, ചിലർ പരീക്ഷയ്ക്ക് മുമ്പ്, വിവാഹ കാര്യങ്ങൾക്കായി, മറ്റു ചിലർ കുടുംബത്തിൻ്റെ നന്മയ്ക്കായി വിഘ്നങ്ങൾ മാറട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് എത്തുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ബലങ്ങളെല്ലാം ഭക്തിവിശ്വാസങ്ങളുടെ ഭാഗമാണ്, ശാസ്ത്രീയമായി ഉറപ്പ് നൽകാവുന്ന കാര്യങ്ങളല്ല എന്നതാണ്. പൂജകളും ആചാരങ്ങളും നോക്കാം. കേരള താന്ത്രിക ക്ഷേത്ര പാരമ്പര്യം അനുസരിച്ചുള്ള നിത്യപൂജകളും പ്രത്യേക ആരാധനകളും ക്ഷേത്രത്തിൽ നടക്കുന്നു. ഗണപതി ഹോമം, വിവിധ പൂജകൾ, നിവേദ്യങ്ങൾ എന്നിവ ഗണപതി ആരാധനയുടെ പ്രധാന ഭാഗങ്ങളാണ്. കേരള ടൂറിസം ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകളിൽ ഉദയാസ്തമന പൂജയും പരാമർശിക്കുന്നു. ഗണപതിയെ പ്രാർത്ഥിക്കുമ്പോൾ ഭക്തിയുടെ മനസ്സിലുള്ള ആശയം വളരെ ലളിതമാണ്. എൻ്റെ മുന്നിലുള്ള തടസ്സങ്ങൾ മാറി നല്ല വഴിയിലേക്ക് എന്നെ നയിക്കണമേ. കേരളത്തിലെ കലാചരിത്രത്തിലും കൊട്ടാരക്കരയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. കൊട്ടാരക്കരയുടെ പ്രാധാന്യം ആത്മീയതയിൽ മാത്രം അവസാനിക്കുന്നില്ല. കേരളത്തിൻ്റെ മഹത്തായ കലാരൂപമായ കഥകളിയുടെ ചരിത്രത്തിലേക്കും ഈ പ്രദേശത്തിൻ്റെ പേരെത്തുന്നു. കൊട്ടാരക്കര തമ്പുരാൻ രൂപപ്പെടുത്തിയ രാമനാട്ടം പിന്നീട് കഥകളിയുടെ വികാസത്തിന് അടിത്തറയായ കലാരൂപങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. കൊട്ടാരക്കരയുടെ രാജപാരമ്പര്യവും ക്ഷേത്ര സാംസ്കാരിക അന്തരീക്ഷവും ഈ കലാചരിത്രത്തിൻ്റെ പശ്ചാത്തലമാണ്. അതുകൊണ്ട് കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ ഗണപതി മാത്രമല്ല, കേരളത്തിൻ്റെ പൈതൃകവും നമ്മൾ ഓർക്കണം. ഇനി എന്തുകൊണ്ടാണ് ഇന്നും ഇത്രയും ഭക്തർ എത്തുന്നത് എന്ന് നോക്കാം. അതിന് ഒരൊറ്റ ഉത്തരമില്ല. ചിലർക്കത് വിശ്വാസമാണ്, ചിലർക്കത് കുടുംബ പാരമ്പര്യമാണ്, ചിലർക്ക് ഗണപതിയോടുള്ള വ്യക്തിപരമായ ഭക്തിയാണ്, മറ്റു ചിലർക്കാകട്ടെ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ ലഭിക്കുന്ന മനഃശാന്തിയാണ്. തലമുറകൾ മാറിയിട്ടും കൊട്ടാരക്കര മാറിയിട്ടും ഈ വിശ്വാസത്തിൻ്റെ ഒഴുക്ക് ഇന്നും തുടരുന്നു.
അപ്പോൾ അടുത്ത തവണ കൊട്ടാരക്കരയിലൂടെ പോകുമ്പോൾ ഉണ്ണിയപ്പം മാത്രം ഓർക്കരുത്. അതിനു പിന്നിൽ നൂറ്റാണ്ടുകളുടെ ക്ഷേത്ര പാരമ്പര്യമുണ്ട്, മഹാദേവന്റെ സാന്നിധ്യമുണ്ട്, മഹാഗണപതിയോടുള്ള തലമുറകളുടെ വിശ്വാസമുണ്ട്, കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യയുണ്ട്, കൊട്ടാരക്കരയുടെ രാജപാരമ്പര്യവും കലാചരിത്രവുമുണ്ട്. ഒരു ചെറിയ ഉണ്ണിയപ്പത്തിനുള്ളിൽ പോലും ഒരു നാടിൻ്റെ വലിയൊരു പാരമ്പര്യത്തിൻ്റെ കഥ ഒളിഞ്ഞിരിക്കുന്നു. വിഘ്നങ്ങളെല്ലാം അകറ്റി എല്ലാവർക്കും നല്ല ബുദ്ധിയും ഐശ്വര്യവും നൽകട്ടെ ശ്രീ മഹാഗണപതി. ഓം ഗം ഗണപതയെ നമഃ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആത്മഭാരതം എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? അവിടുത്തെ ഉണ്ണിയപ്പം കഴിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവം കമൻറ്റ് അറിയിക്കൂ. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.